ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ് വാഗന്റെ വെൻഡോ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വേറൊരു വെൻഡായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ സെയിം കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന വാഹനം തന്നെയാണ്. ഡീസലാണ്, നല്ല മൈലേജും കാര്യങ്ങളും വന്ന വാഹനമാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ഇന്ത്യയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ 2 എയർ ബാഗും അതേപോലെ തന്നെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയാം. എനിക്ക് മുമ്പിൽ നമുക്ക് വാഹനം വിശദമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം, കാരണം ഇതിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഡെൻറ്റ് പാച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ കണ്ടേക്കാം. നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടു വരാം, അതിനുശേഷം റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കും. നമുക്ക് ഈ വാഹനത്തിൻ്റെ വീലാർസും അതേപോലെ ടയറും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടേക്കാം. വീലാർസിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വീലാർസ് കേട്ടോ, വളരെ നീറ്റായിട്ട് നീങ്ങും. നമ്മൾ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് പ്രൊഫൈലിലേക്ക് പോകാം. ഇതിൻ്റെ ഡോർസും അതേപോലെ വീലാർസ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇവിടെ ഗ്രിപ്പ് നോക്കാം. ഗ്രിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ടയേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഡോർ നോക്കാം. 2 ഡോറിലും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെട്ടേക്കാം. ഡോർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഡ്രൈവർ ക്യാബിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ ഇവിടെ ബ്രീത്തബിൾ ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കൊരു ആംറെസ്റ്റ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് SRSൻ്റെ എയർ ബാഗ് സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ മിഡിലിൽ നമുക്ക് കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ മാനുവൽ ഗിയർ സിസ്റ്റമാണ്, അതുകൂടി ഞാൻ കാണിക്കുകയാണ്. സ്റ്റിയറിംഗിൽ മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങൾ, എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഒന്ന് കീ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇതിപ്പോൾ നോക്കുമ്പോൾ അറൗണ്ട് 90+ കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോമും ഡീസൻ്റായിട്ട്
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോക്സ്വാഗൺ വെൻഡോൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. TDI ടെക്നോളജി വന്നിരിക്കുന്ന എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളോ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം കേട്ടോ. വളരെ ഡീസൻ്റായിട്ട് തന്നെ പോയേക്കണം ആ ഒരു എഞ്ചിൻ റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ്. അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി കാണിക്കുന്നുണ്ട്. ആപ്രോണും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതേപോലെ ലിഡും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. എഞ്ചിൻ റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ഞാൻ എൻ്റെ കീ ഒന്ന് എടുക്കുകയാണ്. കീ നമുക്കിവിടെ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അൺലോക്ക് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോക്സ്വാഗൺ വെൻഡോൻ്റെ ബൂട്ട് സ്പേസ്. നമ്മൾ ലാവിഷായിട്ടുള്ളൊരു ബൂട്ട് ഉണ്ട്, നമുക്ക് എടുത്ത് പറയാം. കാരണം സെഡാൻ വാഹനമായതുകൊണ്ട് കണ്ടോ ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നീറ്റാണ്. ഇതിൻ്റെ സ്പെയർ വീൽ നോക്കിയേക്കാം. സ്പെയർ വീലിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും നോക്കാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. സ്പെയർ വീലിൻ്റെ റൂം നോക്കാം കേട്ടോ. ക്വാളിറ്റി ആയിട്ടുള്ള റൂം തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി കാണിച്ചു തന്നേക്കാം. ഇതിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നമുക്കിനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫോക്സ്വാഗണിന്റെ വെൻഡോ കണ്ടു കഴിഞ്ഞ് 2012 ഇതിന്റെ മോഡൽ. പിന്നെ സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ABS അങ്ങനെ സംഭവങ്ങൾ, എയർ ബാഗ്, ABS അങ്ങനെ സംഭവങ്ങളെല്ലാം ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. 93,000 കിലോമീറ്റേഴ്സ് ഓടിക്കുന്ന വാഹനമാണ്. പിന്നെ സിംഗിൾ ഓണർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന്റെ എവിടെ വയ്ക്കാൻ നമുക്ക് കിട്ടും. സീറ്റ്സ് ആയാലും എവിടെ വയ്ക്കാൻ ഒരു ബ്രീത്തബിൾ സീറ്റ്സ് ആണ്. കമ്പനി സീറ്റ്സ് തന്നെ കിടക്കണം. ഒരു രീതിയിൽ പൊടിക്ക് ഒരു അഴുക്ക് കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്. പിന്നെ മൈലേജിന്റെ കേസ് പറയേണ്ട ആവശ്യമില്ല. ഡീസൽ വാഹനമാണ്. നല്ല മൈലേജും കാര്യങ്ങളും പവറൊക്കെ തരുന്ന വാഹനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് നമുക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മുടെ വാഹനങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടാണ് നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ എന്നെ വിളിക്കാൻ മറക്കരുത്. 7012665202 എന്ന നമ്പറിനകത്തേക്ക് വിളിക്കാൻ മറക്കരുത്. 500 റുപ്പീസിന് ഡീസലോ പെട്രോൾ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട് കേട്ടോ. വാഹനത്തിൻ്റെ റേറ്റ് ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 lakhs rupees-ആണ്. അത് ചെറിയ രീതിയിലേക്ക് നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോ താഴത്തെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്. നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചേക്കാം. ലോൺ വേണ്ട സുഹൃത്തുക്കൾ ലോണും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ